വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയുടെ മാതാവ് ഷമിയുടെ മൊഴിയെടുക്കുന്നത് വൈകും. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഷമിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തില്ല ഇപ്പോൾ. എന്നാൽ ഷമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. സംസാരിക്കാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ലെന്നുമാണ് വിലയിരുത്തൽ. പ്രതി അഫാൻ്റെ മൊഴി നാളെയായിരിക്കും രേഖപ്പെടുത്തുക. ഇപ്പോൾ കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, അതായത് അഫാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ഏറ്റവും നിർണായകമായത് അഫാൻ്റെ അമ്മ ഷമിയുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചികിത്സയിലുള്ളത് കൊണ്ടുള്ള തടസ്സങ്ങളാണ്. ബാക്കി എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ പോലീസിൻ്റെ പരിശോധന വിന്യസിക്കുക? അജിംഷാദ്, ഈ വിഷയത്തിൽ പോലീസിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ആക്രമണത്തിനിരയായ ഈ പ്രതിയുടെ മാതാവ് ഷമിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് എന്താണ് ആ വീട്ടിൽ അന്ന് സംഭവിച്ചത്, എന്താണ് ഈ അഫാൻ ഈ ആക്രമണത്തിന് മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, എന്തിനാണിത് ചെയ്തത്, എങ്ങനെയാണിത് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഒരു വിവരങ്ങൾ പോലീസിന് നൽകാൻ കഴിയുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് ഈ ആക്രമണത്തിനിരയായിട്ടുള്ള പ്രതിയുടെ മാതാവ് ഷമി തന്നെയാണ്. അവരിപ്പോൾ ഈ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയ ഗുരുതരമായ പരിക്ക് അവർക്ക് ഈ ആക്രമണത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തലയ്ക്കും കഴുത്തിന് പുറകിലുമൊക്കെ വലിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ചുറ്റിക കൊണ്ട് ഇടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നിലവിൽ ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഷമിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം നിലവിൽ പോലീസിന് മൊഴി നൽകാൻ പറ്റുന്ന നിലയിൽ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. പോലീസിനോടാണ് ഡോക്ടർമാർ ഇക്കാര്യം പറഞ്ഞിരുന്നത്. നമ്മൾ രാവിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇന്ന് മൊഴി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. 72 മണിക്കൂറിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്ന ഒരു കാര്യമാണ് ഡോക്ടർമാർ പോലീസിനോട് അറിയിച്ചിട്ടുള്ളത്. അതുപ്രകാരം ഒരുപക്ഷെ നാളെയായിരിക്കും ഷമിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുക. പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷമിയുടെ മൊഴി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് അവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നുവോ അതിനനുസരിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള കാര്യം. മറ്റൊന്ന് ഈ പ്രതിയുടെ കാര്യമാണ്. പ്രതിയും ഈ കൊലപാതകത്തിന് ശേഷം ഈ മദ്യത്തിൽ വിഷം കലർത്തി കഴിച്ചിട്ടുണ്ട് എന്നാണ് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതിയുടെ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ SP വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ നാളെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനാവശ്യമായ കാര്യങ്ങളിലേക്കും പോലീസ് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 11 മണിയോടുകൂടി തന്നെ ഈ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ, അതായത് ഷമിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതാണ് പ്രതീക്ഷ. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെ സംബന്ധിച്ച് ഈ കൊലപാതകത്തിൻ്റെ കൃത്യമായ മോട്ടീവ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലാണ് പോലീസ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ ഡിജിറ്റൽ രേഖകൾ അടക്കം, അതായത് ഫോൺ ഉപയോഗിച്ച് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ, ഗൂഗിൾ സെർച്ച് അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലിലേക്കാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. സൈബർ വിങ്ങിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കത്ത് സൈബർ വിങ്ങിന് നൽകിയിട്ടുണ്ട്. ആ നിലയിൽ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശാസ്ത്രീയ പരിശോധന പോലീസ് ഫോൺ കേന്ദ്രീകരിച്ച് നടത്തുന്നതൊക്കെ അതിനായിരിക്കാം. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കമലേഷ് തെക്കേക്കാട്, അതായത് ഈ എന്തൊക്കെയാണ് ഇത്ര ക്രൂരമായ രീതിയിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്, അതിനുള്ള പരിശീലനം, അത് യൂട്യൂബോ അല്ലെങ്കിൽ മറ്റുള്ള സെർച്ച് എന്തൊക്കെയാണ് ചെയ്തത്, ഏതൊക്കെ തരത്തിലാണ് കൊല്ലേണ്ടതെന്ന് എവിടെ നിന്നാണ് പഠിച്ചത്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. 1. 2, ഇവൻ്റെ ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള കാര്യം, ഇതിൽ രണ്ടും വ്യക്തത പോലീസിന് വരുത്തേണ്ടതുണ്ട് മുമ്പോട്ട് പോകാൻ. അതായിരിക്കും ഒരുപക്ഷെ മെയിനായും കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലേ? ആജിംഷ, തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് എന്ന് പറയുന്നത്, പ്രതി ഒറ്റയ്ക്കാണ് ഈ കൃത്യം ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിലും അക്കാര്യം തന്നെയാണ് വ്യക്തമായിട്ടുള്ളത്. ബാഹ്യമായ ഒരു ഇടപെടലോ അല്ലെങ്കിൽ ഒരു സഹായമോ പ്രതിക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി പോലീസ് വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നിലയിൽ ഇത്രയും പേരെ, 5 പേരെ ഒരൊറ്റ ദിവസം 5-6 മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇത്രയും പേരെ കൊലപ്പെടുത്താനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു സൂത്രം അടക്കം ഈ പ്രതിക്ക് എങ്ങനെ ലഭിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഈ ഗൂഗിൾ
അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ, അതിൻ്റെ സഹായം തേടിയിട്ടുണ്ടോ, മറ്റാരെയെങ്കിലും വിളിച്ച് ഇക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരുടെയും സഹായം അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് പ്രതിയുടെ ഫോൺ രേഖകൾ, അതുപോലെ തന്നെ പ്രതിയുടെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി അടക്കം പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത് എന്നതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇതിൽ പോലീസ് വിശ്വസിക്കുന്നത് സാധാരണഗതിയിൽ ഒരു സ്വബോധത്തോടെ ഒരു മനുഷ്യന് ഇത്രയധികം കൊലപാതകങ്ങൾ, അതായത് ഉറ്റവരെ, സ്വന്തം രക്തത്തിൽ ഉള്ള ആളുകളെ, സ്വന്തം അനിയനെ പോലും, അതായത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വളരെ പ്രായം കുറഞ്ഞ സ്വന്തം അനുജനെ പോലും ചുറ്റിക കൊണ്ട് ക്രൂരമായ നിലയിൽ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് ഒരാൾ അവരുടെ മാനസികാവസ്ഥ ആ നിലയിൽ മാറിപ്പോകുന്നത് എന്തുകൊണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് കേവലം സാമ്പത്തിക ബാധ്യത കൊണ്ട് അത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഉമ്മയുമായി, അതായത് ഉമ്മയും അനുജനും ഈ പ്രതിയും നേരത്തെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അല്ലെങ്കിൽ പ്രതിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. അത്തരത്തിൽ തീരുമാനിക്കുകയും എന്നാൽ പിന്നീട് ഷെമി ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതിൻ്റെ ഒരു ദേഷ്യം ഷെമിയോടുണ്ടായിരുന്നു. പൈസ ആവശ്യപ്പെട്ട ഷെമി അത് കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ ഷെമിയെ, അതായത് മാതാവിനെ തല ഭിത്തിയിലിടിച്ച് അല്ലെങ്കിൽ തറയിലിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം ആദ്യം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇയാൾ വീട് വിട്ട് പുറത്തിറങ്ങുന്നത്. അതിനുശേഷം നേരെ ഈ പിതാവിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അവരോട് സ്വർണം ആവശ്യപ്പെട്ടു, പക്ഷേ നൽകിയില്ല. അതിൻ്റെ ദേഷ്യത്തിൽ അവരെ കൊലപ്പെടുത്തുന്നു. അവിടെ നിന്നും സ്വർണ്ണമാല കൈക്കലാക്കിയതിന് ശേഷം ഈ മാല വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തു. ആ പൈസ കൊണ്ടാണ് പ്രതി തൊട്ടടുത്തുള്ള ബാറിൽ കയറി മദ്യപിക്കുന്നത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിന് വന്നിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. ബാറിൽ കയറി മദ്യപിച്ചിട്ടുണ്ട്. അതിനുശേഷം മദ്യം പാഴ്സലായും വാങ്ങി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഇതിന് ശേഷമാണ് പിതാവിൻ്റെ സഹോദരനെയും അവരുടെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നത്. പിന്നീട് വരുന്ന വഴി ഈ പെൺസുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നു. അവളെയും കൂട്ടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അതിനിടെ തന്നെ ഈ അനുജനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷക്കാരനെ ഏൽപ്പിക്കുന്നു. അനുജനെ മന്തി അടക്കം വാങ്ങിക്കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ മന്തി കഴിക്കാനുള്ള സാവകാശം അനിയന് കൊടുത്തിട്ടില്ല. അതിനു മുൻപേ തന്നെ അനിയനെ കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ഈ പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തുന്നു. പിന്നീടാണ് ഉമ്മയുടെ ഞരക്കം കേൾക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉമ്മ മരിച്ചിട്ടില്ല. തീർച്ചയായും കമലേഷ് തെക്കേക്കാടാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകി വന്നത്. എന്തായിരുന്നാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ വിദഗ്ധ പരിശോധനയിലാണ് പോലീസ്. ഏറ്റവും അടിയന്തരമായി എടുക്കേണ്ട ഷെമിയുടെ മൊഴി സംബന്ധിച്ചും പ്രതി അഫാൻ്റെ മൊഴി സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിലേക്കാണ്. അത് ഡോക്ടർമാരുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിലേക്കൊരു തീരുമാനം എടുക്കാനാകൂ. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.